ഹായ് കുട്ടീസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റം ഉണക്കൻ ചെമ്മീൻ കൊണ്ടുള്ള ഒരു മുട്ടക്കറി, വെറൈറ്റി മുട്ടക്കറിയാണ്. അത് എങ്ങനെ, അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഞാൻ 7 കോഴിമുട്ടയാണ് എടുത്തത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അടുപ്പത്ത് പുഴുങ്ങി എടുക്കണം. ഉപ്പിട്ടിട്ട് പുഴുങ്ങി എടുക്കണം. വേറെ സമയം കൊണ്ട് നമുക്ക് ഉള്ളി തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളെ മുട്ടൊക്കെ വെന്ത് വന്നിട്ടോ. നമ്മൾ ഇതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കണം. ഇവിടെ നല്ല മഴ പെയ്യുന്നുട്ടോ. അതാ നല്ല മൂടലൊക്കെ ഉണ്ട്, നല്ല മഴ പെയ്യുന്നില്ല. ഇതിലേക്ക് ആവശ്യമുള്ള സാധനം, മുട്ട പൊളിച്ച് കഴിഞ്ഞ് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. സവാള ഒരു 4 എടുക്കുന്നതാണ്, ഒരു തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ മുരിങ്ങക്കായാണ് കേട്ടോ. പിന്നെ ഉണക്കച്ചെമ്മീനാണ്. ഇതിക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ വേണ്ടത്. പിന്നെ കറിവേപ്പില, പിന്നെ പുളി ഒരിക്കലും തോനെ കൂടാൻ പാടില്ല. പുളി കുറച്ച് എടുക്കാൻ പാടുള്ളൂ ഈ കറിക്ക്. കൂടുതലായാലും പിന്നെ ഈ കറിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് വളരെ കുറച്ച് പുളിയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇത്ര ചെറിയ ഒരു ഇതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചട്ടി സ്റ്റൗവിൽ വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത്, ഈ മുട്ട ഉണ്ടല്ലോ, ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ്. അതിനാദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ ഈ എണ്ണയിൽ ഇതായി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇതിലേക്ക് ഈ മുട്ട ഇതിലേക്ക് ചേർക്കണം. ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഫുള്ളിട്ടാൽ കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റായി വന്നിട്ടോ. ഇത് നമ്മളിതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റണേ. അപ്പോൾ നമ്മളെ മുട്ടൊക്കെ റോസ്റ്റായി വന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് സവാള ചേർക്കണ്ട. അതേ ഓയിലേക്ക് തന്നെ, ഈ ഓയിലിലേക്ക് ഞാൻ സവാള ചേർക്കണം. സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ നമ്മൾ സവാള നല്ലോണം വഴന്ന് വന്നു കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആയിരുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കണത് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇതിൽ ഉണക്കച്ചെമ്മീനാണ് ചേർക്കുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാൻ മതി. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വേണ്ട കേട്ടോ, വെളുത്തുള്ളി മാത്രം. അതും മിക്സിയിലിട്ട് അരക്കരുത് കേട്ടോ. മിക്സിയിൽ അരക്കാതെ ഈ കുത്തിക്കല്ലിൽ 2 കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ഇതൊന്ന് ചതക്കിയെടുത്താൽ മതി.
നിങ്ങൾ 2 കുത്ത് കുത്തിയാൽ മതി കേട്ടോ. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി നമ്മൾ കുത്തി എടുത്ത വെളുത്തുള്ളി ചേർക്കാൻ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് പിന്നെ ഇഞ്ചി നമ്മൾ ചേർക്കുക കേട്ടോ. വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചിട്ടാൽ മതി. ഇഞ്ചി ചേർക്കരുത്. പിന്നെ അതുപോലെ പുളി കൂടാൻ പാടില്ല കേട്ടോ. പുളി കൂടുതൽ ടേസ്റ്റ് പോകും. അപ്പോൾ പുളി ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ കറിൻ്റെ രുചി പോകും. പുളി അത്യാവശ്യം കേട്ടോ. പുളി ചേർക്കണം. പുളി ചേർത്താലാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി നല്ലോണം വഴഞ്ഞ് കണ്ടില്ലേ. സവാളൊക്കെ നല്ല വഴഞ്ഞ് വന്ന് ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർക്കണം. പച്ചമുളകും തക്കാളി ചേർക്കണം. പച്ചമുളക് ആദ്യം ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ തക്കാളി ചേർക്കണം. നമ്മളിതിലിതാ കറിവേപ്പില ചേർക്കണം. തക്കാളി നല്ലോണം വഴറ്റണം. കറിവേപ്പില ചേർക്കണം. ഈ തക്കാളി നല്ലോണം വഴഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഒന്ന് അടച്ച് വെക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ തക്കാളി നല്ല വഴഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് തക്കാളി വഴഞ്ഞിട്ടുണ്ടാകുമെന്ന് നോക്കട്ടോ. തക്കാളിയൊക്കെ വഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി വഴഞ്ഞ് വരുന്നുണ്ടോ. ഇന്നില്ലേ ഈ കറി ഉണ്ടല്ലോ ചോറ്റക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇതിലേക്ക് ഇതിലേക്ക് മുളകും പൊടി ചേർക്കണം കേട്ടോ. 2 ടീസ്പൂൺ മുളകും പൊടിയാണ് കേട്ടോ. ഈ സ്പൂണ് ചേർക്കണം. അതല്ല ഇത്ര മുളകും പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീ കുറച്ച് വേണം കേട്ടോ. അത് വഴറ്റിയെടുക്കണമെങ്കിൽ അത് കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് കുറയും. ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ വഴിക്കുന്ന വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളിക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം മുരിങ്ങക്കായ വേകാനുള്ള വെള്ളമാണ് കേട്ടോ. മുരിങ്ങക്കായ വെള്ളം പിന്നെ ലൂസ് ചോറിന് കൊണ്ട് കുറച്ച് ലൂസിലുണ്ടാക്കി കൊടുക്കും. ചോറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിക്കണ്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഉരുളങ്കിഴങ്ങ് പുഴുങ്ങാന്ന് ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടില്ല. ഉരുളങ്കിഴങ്ങ് പുഴുങ്ങി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കറി. എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. ഇത് ലൈക്ക് എടുക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ നമ്മളതിലേക്ക് ഈ മുരിങ്ങക്കായ ചേർക്കാം കേട്ടോ. മുരിങ്ങക്കായ ചേർക്കുന്നതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് കല്ലുപ്പാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടേനെ. ഇനി ഈ മുരിങ്ങക്കായ വേഗണ വരെ നമ്മൾ മുരിങ്ങക്കായ അടച്ച് വെച്ചൊന്ന് ഉപയോഗിക്കുക. ഈ മുരിങ്ങക്കായ വേഗണ വരെ നമ്മളിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. നമ്മൾ മുരിങ്ങക്കായ വെന്തെണ്ണം നോക്കണം കേട്ടോ. വെന്തിട്ടാ നന്നായി വെന്ത് വരണം.
അത് വെന്ത് വന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. ആ പുളി ഉണ്ടല്ലോ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് ആ പുളി. ഈ പുളി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് മുട്ടയും ഇതിലേക്ക് ചേർക്കാം. മുട്ട ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ. ഞാൻ പുളി ഒഴിച്ച് മുട്ടയും ചേർക്കും. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ കേട്ടോ. പിന്നെ നമ്മൾ മുട്ടക്കറി ഇവിടെ വേറെ പണിയൊന്നുമില്ല. മുട്ടക്കറി ഇവിടെ തയ്യാറാവും കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. നമ്മളെ പുളിവെള്ളം ഒന്ന് തിളച്ച് തരുന്നവരെ. കണ്ടില്ലേ നമ്മൾ ഈ കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ചെമ്മീൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാട്ടോ ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ നല്ല വെന്ത് ചെമ്മീനൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ടോ. ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കണോ. അപ്പോൾ ഇതാ നമ്മളെ മുട്ടക്കറി റെഡി ആയിരുന്നു. ഇതാ നല്ല കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.